തിരുവനന്തപുരം പേരൂർക്കട PSNM ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ക്ലാസുകൾ നടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ക്ലാസ് മുറികളിലാണ് എന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ പ്രതിഷേധം. +1, +2 വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുന്നത്. MS വീണയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വീണ, ഇപ്പോഴും കുട്ടികളുടെ പ്രതിഷേധം തുടരുകയാണോ? +1, +2 വിദ്യാർത്ഥികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്? രാഖി, പെരൂർക്കട PSNM സ്കൂളിലാണ് +1, +2 വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. വിദ്യാഭ്യാസം അവകാശമാണ്. എന്നാൽ ആ അവകാശം ചോദിച്ചു വാങ്ങിക്കേണ്ട ഗതികേടിലാണ് ഈ സ്കൂളിലെ കുട്ടികൾ. +1, +2 കുട്ടികളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മഴ കനത്തതോടുകൂടി അവർ മഴ പെയ്യുന്നതിന് മുന്നേ പുറത്തു നിന്നിപ്പോൾ മഴ കനത്തതോടുകൂടി അവർ ഈ സ്റ്റേജിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധിക്കുകയാണ്. നിരവധി കുട്ടികളാണുള്ളത്. കുട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം പഴയ ബിൽഡിങ്ങിൽ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ബോർഡോ പ്രൊജക്ടറോ വെളിച്ചമോ ഇല്ലാത്ത ക്ലാസ് മുറികളിലാണ് അവർക്ക് ക്ലാസ് നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പ്രിൻസിപ്പലിനെ അടക്കം അധികാരികളെ അടക്കം അറിയിച്ചിരുന്നു. എന്നാൽ ഈ പരാതി നൽകിയിട്ടും രക്ഷിതാക്കളും പരാതി നൽകി. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് കുട്ടികളടക്കം പറയുന്നത്. പുതിയ കെട്ടിടം, അതായത് സ്കൂളിൻ്റെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഓഗസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ ഉദ്ഘാടനവും നടത്തി. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും 10 ദിവസത്തെ അവധി നൽകി കുട്ടികൾ നൽകുന്ന ഈ ഒരു പരാതിക്ക് ആ ബിൽഡിങ്ങിലേക്ക് മാറണമെന്നുള്ളത്. എന്നാൽ ആ ബിൽഡിങ്ങിലും പുതിയ നിർമ്മിച്ച ബിൽഡിങ്ങിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല, വെളിച്ചമില്ല. ഇത്തരത്തിലുള്ള അപര്യാപ്തത മൂലം പഴയ ബിൽഡിങ്ങിൽ, അടിസ്ഥാന സൗകര്യമില്ലാത്ത പഴയ ബിൽഡിങ്ങിലാണ് കുട്ടികളുടെ ക്ലാസ്സുകൾ ഇപ്പോഴും നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് അവർ വാക്ക് പറഞ്ഞിരുന്നു. അതായത് 10 ദിവസങ്ങൾക്ക് ശേഷം പുതിയ ക്ലാസ് റൂമിലേക്ക് മാറ്റുമെന്നും. ഇന്ന് 11ാം ദിവസമായിരിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങളൊന്നും പ്രിൻസിപ്പൽ അടക്കം പാലിക്കാത്ത സാഹചര്യത്തിലാണ് അവർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇരുട്ടാണ്. ടീച്ചർമാർക്കടക്കം പഠിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കുട്ടികളടക്കം പറയുന്നത്. രക്ഷിതാക്കളും ഇവിടെയുണ്ട്. അവർ പരാതി നൽകും. ഒപ്പം തന്നെ പരാതി നൽകുവാനുള്ള മറ്റ് നടപടികളുമായി പോയിരിക്കുന്നവരുണ്ട്. കുട്ടികളിപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നിരവധി കുട്ടികളാണുള്ളത്. +1, +2 കുട്ടികളാണ് ഏറെ ബുദ്ധിമുട്ട്. എന്താണ് വാസ്തവത്തിൽ ഇവിടുത്തെ പ്രശ്നം നിങ്ങളെ അലട്ടുന്നത്? ഇവിടെ പ്രൊജക്ടർ ഇല്ല, ബോർഡില്ല, പഴയ കെട്ടിടമുണ്ട്, നമ്മുടെ ബാത്റൂം ക്ലീൻ അല്ല, പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ ടീച്ചേഴ്സിനൊന്നും പഠിപ്പിക്കാൻ പറ്റുള്ള ഇതൊക്കെയാണ് പറയുന്നത്. കുറേ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ കുറേ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ പ്രിൻസിപ്പൽ റൂമിൽ, പക്ഷേ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പാരൻസിനെ അവരെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് പരാതി കൊടുത്തു. എന്നിട്ടും ടീച്ചർ ഒരു 10 ദിവസത്തെ രാവിലെ ക്ലാസ് നടന്നോ? ഇന്ന് രാവിലെ ക്ലാസ് നടന്നോ? ഇന്ന് നമ്മൾ ക്ലാസ് നടന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 3 പീരീഡ് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പാരൻസിനെ വിളിച്ച് ചോദിപ്പിച്ച് ഇന്ന് 10 ദിവസം അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സമയം 10 ദിവസത്തെ ഇത് പ്രൊജക്ടർ വെച്ചുതരാം, 3 ദിവസം കൊണ്ട് പ്രൊജക്ടർ വെച്ചുതരാം, ബോർഡ് വെച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ അതൊന്നും ഇതായി. പുതിയ ബിൽഡിങ്ങിലാണോ? പുതിയ ബിൽഡിങ്ങിൽ മാറ്റിയിട്ടില്ല. മാറ്റി പുതിയ ബിൽഡിങ്ങിലൂടെ നമ്മൾ മാറ്റി. പക്ഷെ അവിടെ ബോർഡ് പ്രൊജക്ടർ ഇതൊന്നുമില്ല. പഴയ ബിൽഡിങ്ങിലെ ബോർഡാണെങ്കിൽ മൊത്തം ഇടിച്ച് നാശമാക്കിയിട്ടൊക്കെയാണ്. വെളിച്ചത്തിൻ്റെ കാര്യം, വെളിച്ചമൊക്കെ ഉണ്ട്, ഫാൻ ലൈറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷേ ടീച്ചേഴ്സ് എങ്ങനെ ആയിട്ടുള്ള ഒന്നുമില്ല ഇവിടെ. അതുപോയി പരാതി പറയുമ്പോൾ ആ ക്ലാസ്സുകളപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? പഴയ ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ? ടീച്ചർമാർ ബുക്കിൽ എഴുതി ഞങ്ങൾക്ക് ഓരോ ബെഞ്ചുകാരും കാണിച്ചു തരികയാണ് ചെയ്യണം. അങ്ങനെ ഒരു പീരീഡിന് തന്നെ സമയം പോകും. അങ്ങനെ കാണിച്ച് കുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികളാണ് ഉന്നയിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, നിരവധി കുട്ടികളാണുള്ളത്. +1, +2 കുട്ടികളാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ക്ലാസ്സുകൾ ബുദ്ധിമുട്ടാണ്. ടീച്ചർമാർ ക്ലാസ്സിൽ നിന്ന് കരയുവാണ്, പഠിപ്പിക്കാൻ പറ്റാനില്ല, ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നല്ല ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അവർക്ക് പഠിപ്പിക്കാൻ പറ്റാനില്ല. അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ. സ്വന്തം ബുക്കിൽ വയസ്സായ ടീച്ചറാണ്. എല്ലാവർക്കും പ്രായമുണ്ട്. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. അവർക്ക് ഓരോ ബെഞ്ചിൽ നടന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവർ എത്ര പോർഷൻ തരും? എല്ലാ സ്കൂളിലെ പോർഷൻ നോക്കണം. ഞങ്ങൾക്ക് 3ഓ 4ഓ പാഠം ഓരോ വിഷയങ്ങളിലും തീർന്നേക്കണം. ബാക്കി എല്ലാ സ്കൂളിലും 8-9 പാഠം തീരുമ്പോൾ ഞങ്ങൾക്ക് 3ഓ 4ഓ. ഇനി എപ്പോൾ പഠിച്ച് തീരാനാണ്? +1 തന്നെ ഓരോ വിഷയങ്ങളിൽ 14ഓളം പാഠങ്ങളുണ്ട്. ഇത് തീരാൻ പോകണില്ല. ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇനി ഡിസംബറിൽ കൊണ്ടിട്ട് അവർ ഓടിക്കോ ഇനിയിപ്പോൾ പോർഷൻ തീർക്കാൻ വേണ്ടി പോകണില്ല. ഒരു ലാബ് നോക്ക്, തീപ്പെട്ടി പോലെ ഒരു ലാബാണ്. അവിടെ ഒരു 10 കൂടുതൽ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റൂല ലാബിൽ. എന്നിട്ട് ലാബ് മാറ്റി തരാൻ പറഞ്ഞാൽ അത് നടത്തി തരൂല, ഒന്നും നടത്തി തരില്ല. ലൈബ്രറി ഇല്ല. ലൈബ്രറി കൊണ്ട് ബുക്ക് വേണമെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയി എടുക്കാം. ലൈബ്രറി ഒന്നും ഇല്ല ഇവിടെ. ടീച്ചേഴ്സൊക്കെ ഭയങ്കര ടീച്ചേഴ്സ്. അത് മാത്രമല്ല, എല്ലാം സഹിക്കാം. ടീച്ചേഴ്സിനെ കുട്ടികളെയും ബുള്ളി ചെയ്യണം. വലിയ രീതിയിൽ നല്ല മാനസികമായി ടീച്ചേഴ്സ് തകർന്നിരിക്കും. ടീച്ചേഴ്സ് NSSന്റെ ഡ്യൂട്ടി എടുക്കാൻ ഇവിടെ ആളില്ല. NSSന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആള് മധു സാറ് സിക്ക് ലീവിൽ പോയിക്കാണ്. സാർ സുഖം ഇല്ലാത്തതുകൊണ്ട് പകരം ആര് എടുക്കുമെന്ന് ചോദിച്ചാൽ സാറ് സിക്ക് ലീവിലായതിൻ്റെ കാരണം ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. സാറിന് മാനസികമായി ടീച്ചേഴ്സ് ബുള്ളി ചെയ്തതുകൊണ്ടാണ് സാറിന് അസുഖം കൂടിയതും പ്രശ്നങ്ങളൊക്കെ ആയതും. എന്നിട്ട് ഇപ്പോൾ ബാക്കി ആരും ഏറ്റെടുക്കില്ല NSSന്റെ ഡ്യൂട്ടി. കാരണം എല്ലാവർക്കും പേടിയാണ്. കാരണം ഒരു ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ
ഒരു ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ആരും കൂടെ നിൽക്കില്ല, അധ്യാപകരെ കൂടെ നിൽക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. എല്ലാവരും മനസ്സിലാണ്, എല്ലാവർക്കും തെറ്റ് പറ്റും. പക്ഷേ ആ ഒരു ചെറിയ തെറ്റിന് പോലും പ്രിൻസിപ്പൾ മെമ്മോ ഇന്നലെ കഴിഞ്ഞ മാസം 3 പെൺകുട്ടികൾ തമ്മിലുണ്ടായ അടിക്ക് 4 അധ്യാപകരാണ് മെമ്മോ കൊടുത്തത്. അവർ ഡിസിപ്ലിൻ നോക്കിയാൽ 4 അധ്യാപകർക്ക് മെമ്മോ കൊടുത്തു. ഒരു കാര്യമില്ല, ഇഷ്ടംപോലെ അടി സ്കൂളിൽ നടന്നിട്ടുണ്ട്. ഇതിന് മുന്നേ പല സ്കൂളുകളിലും അടി നടക്കുന്നുണ്ട്. അതിനെ പിന്നെ അധ്യാപകർ എത്ര പ്രാവശ്യം പിടിച്ചു മാറ്റും? അധ്യാപകർ തിരിച്ചടിക്കുമ്പോൾ അവർ മാറി നിൽക്കില്ല. അവരുടെ സ്വന്തം ആരോഗ്യം അവർ നോക്കണം. അവർക്ക് കുടുംബമുണ്ട്, അവർ സ്വന്തം ആരോഗ്യം കൂടെ നോക്കാം. പുതിയ ബിൽഡിങ്ങിലോട്ട് എന്താ മാറാൻ തടസ്സം? പുതിയ ബിൽഡിങ്ങിലോട്ട് മാറാൻ തടസ്സം ബോർഡില്ല, പഠിപ്പിക്കാൻ പറ്റും. ഞങ്ങൾ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറ്റി തരുമെന്ന് ചോദിച്ച് അങ്ങോട്ട് മാറ്റി തന്നപ്പോൾ അപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത് ബോർഡിലെ പ്രൊജക്ടർ ഇല്ല, പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചുമന്നപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ കൈ ഒടിഞ്ഞു. തിരിച്ച് പരാതി കൊടുത്ത എന്നിട്ട് കുട്ടിയുടെ കൈ ഒടിഞ്ഞത് അതൊന്നും ടീച്ചറിനെ ബാധിക്കുന്ന കാര്യമേ ഇല്ല. കുട്ടിയുടെ കൈ ഒടിഞ്ഞത് അത് തിരിച്ച് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, തിരിച്ച് പഴയ ബിൽഡിങ്ങിലോട്ട് തന്നെ ചുമന്നോളാണ് പറയണത്. ഞങ്ങൾ ചുമക്കൂല എന്ന് പറഞ്ഞു. പാരൻസ് 15-ാം തീയതി കഴിഞ്ഞ മാസം 15-ാം തീയതി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അല്ല ഈ മാസം 15-ാം തീയതി പ്രശ്നം ഉണ്ടാക്കി, 25-ാം തീയതി എല്ലാം നടത്തി തരും, 10 ദിവസത്തെ അവധി ദയവേത് 10 ദിവസത്തെ അവധി തരും, എല്ലാം നടത്തി തരും എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാമത്തെ ദിവസം 15-ാം തീയതി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞങ്ങൾ ബിൽഡിങ്ങിൽ ബോർഡും പ്രൊജക്ടറും വെച്ച് തരും, ബാക്കി ലാബിൻ്റെ കാര്യങ്ങൾ 10 ദിവസത്തിനുള്ളിൽ നടത്തി തരും എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. ലാബൊക്കെ എങ്ങനെ കിടക്കണം, വൃത്തിയില്ലാതെ ഒരാൾക്ക് കയറാൻ പറ്റില്ല. കെമിക്കലൊക്കെ ഇങ്ങനെ വാരി വലിച്ചാണ് ഇട്ടേക്കണം. അവിടെ എങ്ങനെ പഠിക്കും? ഇത് +2 ലാബ് പഠിക്കാനാണ് ടീച്ചേഴ്സിന് ലെക്ചർ ക്ലാസ് എടുക്കാൻ പോലുള്ള അവസ്ഥ ഈ സ്കൂളിലില്ല. പ്രിൻസിപ്പളിനോട് പരാതി പറയുമ്പോൾ ടീച്ചേഴ്സിനെ പുള്ളി ചെയ്തു. നിങ്ങൾ വീട്ടിൽ നിന്ന് ആൾക്കാരെ വീട്ടിൽ ടെക്നീഷ്യനെ വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് നിങ്ങളുടെ ചിലവിൽ എല്ലാ ജോലിയും ചെയ്യണം. ഞങ്ങളുടെ പൈസയില്ല, ഞങ്ങളുടെ ഫണ്ടില്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ചെയ്യണമെന്നാണ് പറയണത്. അത് ഏത് ബിൽഡിങ്ങാണ്? എല്ലാ ബിൽഡിങ്ങിലും ഫണ്ട് അനുവദിച്ചാലേ ബിൽഡിംഗ് കെട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഫണ്ടിലല്ല ബിൽഡിംഗ് കെട്ടണം. എന്നിട്ട് ആ ഫണ്ട് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പാടില്ല എന്നാണ് പറയണത്. എന്ത് ഒഫീഷ്യൽ കാര്യം? ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കണം. അടുത്താണ് ബിൽഡിംഗ് കെട്ടിയതെന്നാണ് ഇവർ പറയണത്. എന്നിട്ട് അവർ പറയണത് നിങ്ങൾ പൈസ പിരിച്ച് ബോർഡ് വാങ്ങിച്ച് വെച്ച് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബോർഡ് വാങ്ങിച്ച് വെച്ച് പഠിക്കണം. അത് നമ്മളിത് പറയണം. ഇവിടെ നമുക്ക് പ്രിൻസിപ്പളിൻ്റെ അത് മാത്രമേ പറയാൻ പറ്റൂ. അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യം മാത്രമല്ലാതെ ടോയ്ലറ്റ്, ഇവിടെ ഒരു പുതിയ ടോയ്ലറ്റ് കെട്ടിയില്ല. ഇത്രയും വലിയ ബിൽഡിംഗ് കെട്ടിയിട്ട് പുതിയ ടോയ്ലറ്റ് കെട്ടിയില്ല. വാഷ് ഫീസൊക്കെ കിടക്കണം കണ്ട, അത് എലിയൊക്കെയാണ് വാഷ് ഫീസ്. ഒരു വൃത്തിയുമില്ല. ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി ആളെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു തരത്തിലുള്ള സൗകര്യങ്ങളോ അതിനില്ല. ടോയ്ലറ്റ് ആണെങ്കിൽ 2 ടോയ്ലറ്റ് പൂട്ടിയിട്ടിങ്ങനെ, ടീച്ചേഴ്സിനെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കണം. അത് നല്ല വൃത്തിയാണ് ആ ടോയ്ലറ്റ്. നമുക്ക് കയറാനുള്ള ടോയ്ലറ്റ് മാത്രം ഒട്ടും വൃത്തിയില്ലാതെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി ആളെത്തി ചോദിക്കുമ്പോൾ പ്രിൻസിപ്പളെത്തി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ജോലിയുണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോളാം. നമ്മളിവിടെ ജോലി ചെയ്യാനാണ്, നമ്മൾ പഠിക്കാനുള്ള സൗകര്യങ്ങളേ ഇല്ല. ഇവിടുത്തെ ജോലി അത്രയും നമ്മൾ ചെയ്യണം. ഈ ടോയ്ലറ്റ് നമ്മൾ ക്ലീൻ ചെയ്യണം, ഡെസ്ക് വെച്ച് നമ്മൾ എടുത്തുകൊണ്ട് വെക്കണം. ഇങ്ങനെയൊക്കെയാണ് അവർ പറയണം. ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് വെച്ചാൽ ലാബ് പുതിയ ലാബിൽ ആക്കിയില്ല. ലാബിൽ ഇരിക്കുന്ന ബോർഡ് എടുത്താണ് നമുക്ക് പ്രിൻസിപ്പലിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അധ്യാപകർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർ ഇതുവരെ മാറ്റിയിട്ടില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. എന്നിട്ട് ഇവിടെ ചെറിയൊരു രാഖി, പ്രിൻസിപ്പളിനെ നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കണ്ടിരുന്നു. ആശാ റാണി എന്നാണ് പ്രിൻസിപ്പളിൻ്റെ പേര്. ഈ കുട്ടികളൊപ്പം ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം ഈ കുട്ടികളും ഉണ്ടായിരുന്നു. ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 2 വിഭാഗം നിന്ന് കുട്ടികൾ അവിടെ വാക്പോരടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിലൊരു പ്രശ്നവും ഇല്ലെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. കുട്ടികൾ ഇവിടെ ഈ ഒരു മഴയത്ത് ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതിഷേധിക്കുമ്പോൾ ക്ലാസ്സിൽ കയറാതെ അവരുടെ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ട് അവരുടെ പഠിപ്പ് മുടക്കിക്കൊണ്ടാണ് ഈ കുട്ടികൾ പ്രതിഷേധിക്കുന്നത്. സർക്കാർ സ്കൂളാണ്. കുട്ടികളുടെ വീടുകളിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് അവിടെ നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾക്കില്ല. ആ കുട്ടികൾ ആ ഒരു കാര്യം തന്നെയാണ് ജനം ടിവിയോടും പറയുന്നത്. അവർക്ക് മറ്റൊരു വഴിയും ഇല്ലാതായതോടുകൂടിയാണ് നമ്മുടെ ചാനൽ ക്യാമറയ്ക്ക് മുൻപിൽ ആ കുട്ടികൾ എത്തിയത്. എന്തായാലും അവർ അവിടെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം പേരൂർക്കട PSNM ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികളുടെ പ്രതിഷേധം.